പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഏറ്റവും ഉപദ്രവിച്ച മനുഷ്യൻ, സ്വഹാബത്തിൽ പല സ്വഹാബാക്കളെയും മഹാനായ സഈദ് ഇബ്നു സയ്യിദ് റളിയല്ലാഹു തആല അൻഹുവിനെ 2 കൈകളും 2 കാലുകളും കെട്ടി ഇസ്ലാം സ്വീകരിച്ചതിന്റെ പേരിൽ തടങ്കറയിൽ കൊണ്ടുവച്ചത് ഉമർ റളിയല്ലാഹു തആല അൻഹുവാണ്. സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിച്ച മഹാനായ സഈദ് റളിയല്ലാഹു തആല അൻഹു 2 കൈകളും 2 കാലും കെട്ടി ഒരു മൂലയിൽ കൊണ്ടുപോയിട്ടു ഉമർ റളിയല്ലാഹു തആല അൻഹു. അന്ന് ഇസ്ലാമിനോട് ഏറ്റവും വൈര്യം വെച്ചു പുലർത്തിയ മനുഷ്യൻ. പക്ഷെ ദീന് ഗുണകാംക്ഷയാണ്. അല്ലാഹുവിന്റെ റസൂൽ പ്രാർത്ഥിക്കുന്നത് അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ ബിഅഹബ്ബിൽ ഉമറൈൻ, അല്ലാഹുവേ ഇസ്ലാമിനെ ഉപദ്രവിക്കുന്ന, സ്വഹാബത്തിനെ ഉപദ്രവിക്കുന്ന ഈ കരുത്തനായ ഉമറിന് ഹിദായത്ത് നൽകി ഈ ദീനിനെ സംരക്ഷിക്കണമേ. ഇസ്ലാമിന്റെ ശത്രുക്കളായി ഇസ്ലാമിന്റെ മുനയൊടിക്കാൻ കടന്നു വരുന്നവർക്കെതിരെ പടച്ചോനെ ഇന്ന വ്യക്തിക്ക് ഹിദായത്ത് കൊടുക്കണേ എന്ന് മുസ്ലിമീങ്ങളിൽ എത്ര പേര് പ്രാർത്ഥിക്കുന്നു? ഇസ്ലാമിനെ കടിച്ചു കീറാൻ കടന്നു വരുന്നവർക്ക് പടച്ചവനെ അവരെ കൊണ്ട് ഈ ദീനിനെ സംരക്ഷിപ്പിക്കണേ എന്ന്, അവരെ കൊണ്ട് ഈ ദീനിന് കാവലൊരുക്കണേ എന്ന് മുസ്ലിമീങ്ങൾക്ക് എന്തുകൊണ്ട് പ്രാർത്ഥിക്കാൻ കഴിയുന്നില്ല? നമ്മൾ പഠിച്ച ഗുണകാംക്ഷ എന്താണ്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുകയാണ്, പടച്ചോനെ ഈ ഉമറിനെ കൊണ്ട് ഇസ്ലാമിന് നീ സംരക്ഷണം നൽകണമേ. രണ്ടാലൊരു ഉമർ, 2 ഉമറാണ്. അംർ ഇബ്നു ഹിഷാം അഥവാ അബൂജഹൽ, രണ്ടാമത്തത് ഉമർ ഇബ്നുൽ ഖത്താബ്. അള്ളാഹ് തെരഞ്ഞെടുത്തത് ഉമർ ഇബ്നുൽ ഖത്താബിനെയാണ്. 2 പേർക്കും വേണ്ടിയാണ് പ്രാർത്ഥന. അള്ളാഹു തെരഞ്ഞെടുത്തത് ഉമർ റളിയല്ലാഹു തആല അൻഹുവിനെ, അംർ ഇബ്നു ഹിഷാമിനെ, അബൂജഹലിനെ തെരഞ്ഞെടുത്തില്ല. കാരണമുണ്ട്. ഉമർ റളിയല്ലാഹു തആല അൻഹു താൻ വിശ്വസിച്ച വിശ്വാസം ശരിയാണെന്ന് കരുതിയിട്ടാണ് പോരാടുന്നത്. ഇസ്ലാമിനോടുള്ള ദേഷ്യം എന്തുകൊണ്ടാണ്? ഇത് ഐക്യം തകർന്നിരിക്കുന്നു, ഖുറൈശികൾ ഭിന്നിച്ചിരിക്കുന്നു, കുടുംബത്തിൽ കലഹങ്ങൾ വന്നിരിക്കുന്നു, ഇതുവരെ കേൾക്കാത്ത ഒരു പുതിയ വാദം വന്നിരിക്കുന്നു. തന്റെ നിലപാടാണ് സത്യമെന്നറിഞ്ഞുകൊണ്ടാണ് ഉമർ റളിയല്ലാഹു തആല ഇസ്ലാമിനെതിരെ തിരിഞ്ഞത്. അബൂജഹലിന് അറിയാം ഇസ്ലാം സത്യമാണ്. പക്ഷെ ഇസ്ലാം എന്ന സത്യം അംഗീകരിച്ചു കഴിഞ്ഞാൽ തന്റെ വരുമാനം മുടങ്ങും. നാട്ടിലെ പൂജാരിയാണ്, നാട്ടിലെ വിഗ്രഹങ്ങളുടെ സംരക്ഷകനാണ് അബൂജഹൽ. ഇനി അള്ളാഹുവിനെ മാത്രം ആരാധിക്കണമെന്ന ആദർശം വന്നു കഴിഞ്ഞാൽ തനിക്ക് വരുന്ന നേർച്ചകളും തനിക്ക് വരുന്ന വഴിപാടുകളും തന്റെ അന്നം മുടങ്ങുമെന്ന് തിരിച്ചറിഞ്ഞപ്പോ സത്യമറിഞ്ഞിട്ടും സ്വീകരിക്കാതിരുന്നവനാണ് അബൂജഹൽ. റബ്ബ് തെരഞ്ഞെടുത്തത് സത്യമറിഞ്ഞിട്ടും ഹൃദയത്തിൽ കാപട്യം വെച്ച അബൂജഹലിനെയല്ല, നിഷ്കളങ്കമായി തെറ്റാണ് എന്നറിയാതെ തെറ്റിന്റെ പിറകെ പോയ ഉമർ ഇബ്നുൽ ഖത്താബിനെയാണ്. സത്യമറിഞ്ഞിട്ടും ഉള്ളിൽ കാപട്യം വെക്കുന്നവരെയല്ല റബ്ബിന് വേണ്ടത്. അള്ളാഹുവിന് വേണ്ടത് നിഷ്കളങ്കമായ ഹൃദയമുള്ളവരെയാണ്. അല്ലാഹു തആല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രാർത്ഥന സ്വീകരിച്ചു. എങ്ങനെയാണ് ഉമർ റളിയല്ലാഹു തആല ഇസ്ലാമിലേക്ക് വരുന്നത്? 2 കാരണങ്ങളാണ് പറയുന്നത്. ഒരിക്കൽ മദ്യപിക്കാൻ വേണ്ടി പുറപ്പെടുന്നു, മദ്യം കിട്ടിയില്ല. അങ്ങനെ കാബയുടെ അരികിലേക്ക് ചെന്നു. മറ്റൊരു റിപ്പോർട്ടിലുള്ളത് പെങ്ങള് ഗർഭിണിയാണ്. ആ ഗർഭിണിയായി നിൽക്കുന്ന സമയത്ത് പെങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാണ് കാബയുടെ അരികിലേക്ക് എത്തിയത്. അങ്ങനെ അവിടെ ചെന്നു നോക്കുമ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെയുണ്ട്. ഖുർആൻ പാരായണത്തിലാണ്, സൂറത്തുൽ ഹാഖയാണ് പാരായണം ചെയ്യുന്നത്. ഉമർ റളിയല്ലാഹു തആല അൻഹു കഅബയുടെ ഒരു ഭാഗത്ത് മാറി നിന്ന് ശബ്ദം കേൾക്കുന്നു. കവിയാണ് ഉമർ റളിയല്ലാഹു തആല അൻഹു. അറബി ഭാഷയിൽ ആഴത്തിൽ കഴിവുള്ള വ്യക്തിയാണ് ഉമർ റളിയല്ലാഹു തആല അൻഹു. അല്ലാഹുവിന്റെ പ്രവാചകൻ പാരായണം ചെയ്തുകൊണ്ട് ഇന്നഹു ലഖൗലു റസൂലിൻ കരീം, ഇതൊരു റസൂലിന്റെ വാക്കാണ്. ഉമർ റളിയല്ലാഹു തആല ആലോചിച്ചു, അതെ ഇത് മുഹമ്മദിന്റെ കവിതയാണ്. എത്ര സുന്ദരം! മുഹമ്മദിന്റെ കവിതകൾ എത്ര അത്ഭുതം! അടുത്തായത്ത് പ്രവാചകനോദി വമാ ഹുവ ബിഖൗലി ശാഇർ, ഇതൊരു ഷാഇറിന്റെ കവിയുടെ വാക്കുകളല്ല. ഖലീലം മാ തുഅ്മിനൂൻ, കുറച്ചു പേര് മാത്രമാണല്ലോ വിശ്വസിക്കുന്നത്. ആയത്ത് കേട്ടപ്പോ ഉമർ റളിയല്ലാഹു തന്റെ ഹൃദയം പടച്ചു കുലുങ്ങാൻ തുടങ്ങി. ഇതൊരു കവിയുടെ വാക്കുകളല്ല. പിന്നീട് ഇസ്ലാമും ജാഹിലിയത്തും തമ്മിലുള്ള സംഘർഷമാണ്. താൻ ഇത്രയും കാലം സ്വീകരിച്ച തന്റെ കാരണവന്മാരുടെ സമൂഹത്തിലെ ഭൂരിപക്ഷത്തിന്റെ വിശ്വാസത്തിന്റെ പിറകെ പോകണമോ? ഒരു അത്ഭുതമായ ഗ്രന്ഥം
ഹൃദയത്തിൽ ഇതാ പ്രകമ്പനം സൃഷ്ടിക്കുന്നു. ഒരു അത്ഭുതമായ വിശ്വാസം, പ്രാർത്ഥനകൾ അഖിലവും പടച്ച റബ്ബിനു മാത്രമെന്ന ഒരു വിശ്വാസം എന്റെ ഹൃദയത്തിൽ പ്രകമ്പനം സൃഷ്ടിക്കുന്നു. ഞാൻ എവിടേക്ക് പോകണം? ആ പോകുന്ന വഴിയിലാണ് ഉമർ റളിയല്ലാഹു അൻഹു നടന്നു പോകുന്ന സമയത്താണ്. അതിനിടയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിൽ പീഡനം സഹിക്കാൻ കഴിയാതെ അബസീനിയയിലേക്ക് ഹിജറ പോകാൻ പറഞ്ഞിട്ടുണ്ട്. മഹാനായ ആമിർ ഇബ്നു റബീഅ റളിയല്ലാഹു തആല അൻഹുവും ഉമ്മു അബ്ദില്ല അവരുടെ ഭാര്യയും കൂടെ ഹിജറക്കൊരുങ്ങി നിൽക്കുകയാണ്. ഉമ്മു അബ്ദില്ല വലിയ അവരുടെ ലഗേജുകളുടെ ഭാണ്ഡങ്ങളുടെ അരികിൽ നിൽക്കുകയാണ്. ഭർത്താവ് എന്തോ ഒരു ആവശ്യത്തിന് വേണ്ടി പോയതാണ്. ആ സമയത്ത് ഉമർ റളിയല്ലാഹു അൻഹു അവിടെ എത്തി ചോദിച്ചു, എവിടേക്കാണ് ഉമ്മു അബ്ദില്ല നിങ്ങൾ പോകുന്നത്? ജീവിക്കാൻ ഈ നാടാണ് ഇഷ്ടം, പക്ഷേ ജീവിക്കാൻ അനുവദിക്കുന്നില്ല, ഞങ്ങൾ വിശ്വാസവുമായി യാത്ര തിരിക്കുകയാണ്. ഉമറേ, ഞങ്ങൾ പോവുകയാണ്. ഖുറൈശികളിൽ നിന്ന് അകന്നു പോവാണ്. ഇതാ നാട് ഭിന്നിക്കാണെന്ന് കണ്ടാൽ ഉടനെ മുഖത്തടി വീഴണം. അതാണ് ഉമർ. ഒരു ഭിന്നത വരുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ അവിടെ പ്രതികരിക്കും. അതാണ് ഉമർ. പക്ഷേ ആ മനുഷ്യനൊന്ന് ശാന്തമായി ഉമ്മു അബ്ദില്ലയോട് പറഞ്ഞു, സഹിബക്കുമുല്ലാഹ്, അള്ളാഹു നിങ്ങളുടെ കൂടെയുണ്ട്, യാത്ര പുറപ്പെടുക. ഹൃദയം മാറിയിട്ടുണ്ട്. ഉമർ റളിയല്ലാഹു തആല തിരിച്ചു നടന്നു. ആമിർ ഇബ്നു റബീഅ വന്നു. നടന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. അല്പം പ്രതീക്ഷയിൽ ചോദിച്ചു, ഉമർ ഇസ്ലാം സ്വീകരിക്കുമോ? നമ്മുടെ ഉമർ ഇസ്ലാം സ്വീകരിക്കുമോ? അടിച്ചമർത്തപ്പെട്ട ഒരു ജനതയുടെ പ്രതീക്ഷയാണ്, ആക്രമിക്കപ്പെട്ട ഒരു ജനതയുടെ പ്രതീക്ഷയാണ്. നാട് വിട്ട്, സ്വന്തം പിറന്ന മണ്ണ് വിട്ട് മറ്റൊരു ദേശത്തേക്ക് യാത്ര തിരിക്കുമ്പോ അവസാനത്തൊരു പ്രതീക്ഷയാണ്, ഉമർ ഇസ്ലാം സ്വീകരിക്കുമോ? ആമിർ ഇബ്നു റബീഅ പറഞ്ഞു വെച്ചു, ഖത്താബിന്റെ കഴുത സ്വീകരിച്ചേക്കാം, ഖത്താബിന്റെ മകനെ പ്രതീക്ഷിക്കേണ്ടതില്ല. കാരണം ആരാണ് ഉമർ എന്ന് അവർക്കറിയാം. അതിനിടയിലാണ് മറ്റൊരു സംഭവം നടക്കുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അബൂജഹൽ ആക്രമിച്ചു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉമർ റളിയല്ലാഹു തആല ഇസ്ലാം സ്വീകരിക്കുന്നതിന്റെ 2 ദിവസം മുമ്പ് ആക്രമിച്ചു. വേട്ട കഴിഞ്ഞ് തിരിച്ചു വരുന്ന ഹംസ റളിയല്ലാഹു തആല അറിഞ്ഞു. നേരെ വില്ലെടുത്ത് അബൂജഹലിന്റെ നേരെ ചെന്നു. ധീരനാണ് ഹംസ. വില്ലുകൊണ്ട് അബൂജഹലിന്റെ തലക്കടിച്ചു. ഹംസ റളിയല്ലാഹു തആല ചോദിച്ചു, ഇസ്ലാം മുഹമ്മദിന്റെ മതമാണോ നിങ്ങൾക്ക് പ്രശ്നം? മുഹമ്മദിനെ തല്ലാൻ, മുഹമ്മദിനെ പ്രഹരിക്കാൻ കാരണം മുഹമ്മദിന്റെ മതമാണോ? എങ്കിൽ ഹംസ ഇതാ ആ മതം സ്വീകരിച്ചിരിക്കുന്നു, തല്ലാനുള്ളവൻ കടന്നു വരിക. അതൊരു പ്രഖ്യാപനമാണ്, ഹംസ റളിയല്ലാഹു തആല അൻഹുവിന്റെ പ്രഖ്യാപനം. ഇസ്ലാമിന്റെ ആശയം ഉൾക്കൊണ്ടുകൊണ്ടുമല്ല, മറിച്ച് തന്റെ കുടുംബക്കാരനെ, പിതൃവ്യ പുത്രനെ ആക്രമിച്ചു എന്നറിഞ്ഞപ്പോ വൈകാരികമായി പ്രഖ്യാപിച്ചതാണ്. പിന്നീട് അർത്ഥമറിഞ്ഞ ആഴത്തിൽ ഇസ്ലാമിനെ സ്നേഹിച്ചു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദാറുൽ അർഖമിലാണ്. ഹംസ റളിയല്ലാഹു തആല അൻഹു ഉണ്ട്, മഹാനായ ത്വൽഹ റളിയല്ലാഹു തആല അൻഹു ഉണ്ട്. അങ്ങകലെ വിദൂരതകളിൽ ഒരു മനുഷ്യൻ നടന്നു വരുന്നുണ്ട്, ഉമർ ഇബ്നുൽ ഖത്താബ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിലേക്ക് എത്തി. അല്ലാഹുവിന്റെ റസൂലിന്റെ ചോദ്യം, ഉമർ, എത്ര കാലം നീ ജാഹിലിയത്തിൽ കഴിയും? എത്ര കാലം നിനക്ക് ഈ ഇരുട്ട് നിറഞ്ഞ വിശ്വാസവുമായി ഉമർ എത്ര കാലമാണ് നീ ജീവിക്കുന്നത്? നിന്റെ കുടുംബക്കാരൻ വലീദ് ഇബ്നു മുഗീറയെ കുറിച്ച് റബ്ബാക്ഷേപിച്ചത് നീ കേട്ടില്ലേ? സനസിമുഹു അലൽ ഖുർതൂം. ആക്ഷേപം കാത്തിരിക്കുകയാണോ ഉമർ? ഉമർ റളിയല്ലാഹു തആല പ്രഖ്യാപിച്ചു, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്. അല്ലാഹുവിന്റെ റസൂലേ, അങ്ങ് പ്രവാചകനാണ് എന്ന്, ഈ ലോകത്ത് ആരാധനക്കർഹൻ അല്ലാഹു മാത്രമാണ് എന്ന് ഖത്താബിന്റെ മകൻ പ്രഖ്യാപിക്കുകയാണ് റസൂലേ.